വിശന്നിട്ട് വയ്യ. ഹലോ ഗൈസ്, സോ ഇന്ന് ഞാൻ CL എടുത്തേക്കാണ്. വലിയ കാര്യമൊന്നുമില്ല, വെറുതെ ഫസ്റ്റ് ചെയ്യാനും രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീക്കാനും വേണ്ടി മാത്രം എടുത്തൊരു CL-ആണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പരിപാടികൾ തീർക്കാം, കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. അല്ലാണ്ട് ഡ്യൂട്ടി ഉള്ള സമയത്ത് വരുമ്പോൾ ഭയങ്കര ടയർഡാവും, പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊരു മൂടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇന്ന് കുറച്ച് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ നാളായി മര്യാദയ്ക്കും കുടിച്ചിട്ട്, അപ്പോൾ നല്ലോണം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി വിചാരിച്ചു. അതാണ് എൻ്റെ CL ഡേ. ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മടി പിടിച്ച് ഞാനിനി കിടന്നുറങ്ങുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇല്ലാതെ തരാം. റൂമിൽ പ്ലാന്റ്സ് ഉള്ളത് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ ഇങ്ങനെ വാട്ടർ ചെയ്യാനും നോക്കിയിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ലീവുള്ള ഒരു ദിവസമാണ് ഉള്ള കണ്ട ഉടുപ്പുകളൊക്കെ അലക്കാറുള്ളത്. പിന്നെ അമ്മയ്ക്കറിയാതെ തന്നെ ഞാൻ എന്താണെങ്കിലും ലേറ്റായിട്ട് എണീക്കുള്ളൂ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, ഞാൻ 2 അപ്പം ചുട്ട് കഴിച്ചു. പിന്നെ പേപ്പറൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. കബേർഡ് നോക്കിയപ്പോഴാണ് സ്പെക്സ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് കണ്ട്. എന്നാൽ പിന്നെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നില്ലേ ഒരു ഷൂട്ടിന് ഞാൻ റെഡി ആയതാട്ടോ. ഷൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് വീഡിയോയും കുറച്ച് ഫോട്ടോസും. കുറേ നാളായി ഞാൻ കുറച്ച് പോർട്രേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. മെയിൻലി എന്തായിരുന്നു പറഞ്ഞാൽ എനിക്ക് ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഐഡിയാസ് ഉണ്ടാകുമ്പോൾ എനർജി ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഐഡിയാസും എനർജിയും ഒക്കെ ഒരുമിച്ച് വന്നൊരു ടൈമും കൂടി കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ ആഫ്റ്റർ ഷൂട്ട് മൈ റൂം ലുക്സ്, ഇനി ഇതൊക്കെ വൃത്തിയാക്കണം. പക്ഷെ എനിക്കിഷ്ടമാണ് വൃത്തിയാക്കാൻ, അത് വേറെ കാര്യം. ബട്ട് ബിഫോർ ദാറ്റ് വിശന്നിട്ട് വയ്യ. ഞാൻ രാവിലെ 10 മണിക്ക് അപ്പം കഴിച്ചതാണ്. സ്റ്റിൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ കഴിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് എഡിറ്റ് ചെയ്യാം. ഈ സാരി മടക്കുന്നത് എന്തൊരു പാടുള്ള പണിയാണ്. തുണിക്കടയിൽ നിൽക്കണവരെ സമ്മതിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവർ ചിലപ്പോൾ. പിന്നെ ക്ലീനിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തോ ജീവിതം നേരെയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഫിസിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ നേരെയാക്കി കഴിയുമ്പോഴത്തേക്കിനും ഒരു മനസുഖം. ഞാൻ ആക്ച്വലി കുറച്ചിരുന്ന് എഡിറ്റ് ചെയ്തു. പക്ഷേ അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കണം. അപ്പോൾ ഞാനൊരു ഷോർട്ട് നാപ്പ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ലോങ് നാപ്പ് ആവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ലീവുള്ള ദിവസമാണ് നല്ലോണം ഒന്ന് നീരാടാൻ പറ്റുക. അപ്പോൾ ഞാൻ നല്ലൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷുഗറും കോഫിയും ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം തുളസി ഇട്ട വെള്ളത്തിൽ നല്ലോണം ഒന്ന് ആവി കൊള്ളും. എന്നിട്ട് അലോവേറ ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കധികം റാഷസ് വരത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ മേലിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് നല്ലൊരു കുളി വാസാക്കി. പിന്നെ മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് കേട്ടോ, ഇത്രയൊക്കെ ചെയ്തിട്ട്. പിന്നെ ഞാൻ വർക്ക്സൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.